ശരിക്കും തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കിടുക്കൻ പുഡിങ് തന്നെയാണ് കേട്ടോ. നമ്മുടെ തേങ്ങാപ്പാലിൻ്റെയൊക്കെ ഒരു രുചി ബേക്ക് ചെയ്ത് വന്നിട്ടുള്ള ആ ഒരു രുചി ഉണ്ടല്ലോ, അത് പ്രത്യേകം തന്നെയാണ്, പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. പുറമെ കുറച്ചിങ്ങനെ ബേക്കായി തോന്നുന്നുണ്ടെങ്കിൽ ഉള്ളിൽ നല്ല ക്രീമി ടെക്സ്ചറായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. സോഫ്റ്റാണ്, അതുകൊണ്ട് തന്നെ മുറിച്ചെടുക്കുക നന്നായി ശ്രദ്ധിക്കുക, പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് സോഫ്റ്റായിട്ട് ഉള്ളൊരു ക്രീമി പുഡിങ്ങാണ് കേട്ടോ. ഇത് തണുപ്പിച്ചിട്ടും അതുപോലെ തന്നെ ചൂടോടുകൂടിയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കോക്കനട്ട് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി വെറും 3 ചേരുവകൾ മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. അത് മിക്കവാറും എല്ലാവരുടെ വീട്ടിലുള്ള ചേരുവകൾ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിതിപ്പം ഫ്രഷ് കോക്കനട്ട് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തേങ്ങ ചിരകി പിഴിഞ്ഞ് പാലെടുത്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പൗഡർ തേങ്ങാപ്പാൽപ്പൊടിയും ഉപയോഗിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പാൽ തന്നെ കിട്ടുന്നുണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫ്രഷ് തേങ്ങയിൽ നിന്ന് ഉണ്ടാക്കുന്ന പാലിനെ കൊണ്ട് ഉള്ള പുഡിങ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതേ ഈ 3 ചേരുവകളാണ്. ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. ഞാൻ തേങ്ങ ചിരകി പാലെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരല്പം വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ്. പിന്നെ ഇത് ഒരു മുക്കാൽ ടിന്ന്, അതായത് 400 ml ബോട്ടിലാണ് കേട്ടോ. അമൂൽ മിഠായി മേറ്റാണ്. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ആണെങ്കിൽ മിൽക്ക് മെയ്ഡ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ 1/4 ഭാഗമാണ് എടുക്കുന്നത്. 400 ml ഡബ്ബയിൽ നിന്ന് 1/4 ഭാഗം, 3 മുട്ട, 1.5 കപ്പ് തേങ്ങാപ്പാൽ, 1/4 ടിന്ന് നമ്മുടെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ. അപ്പം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്തിട്ട് വരണം. ആകെയുള്ള പണി തേങ്ങാപ്പാൽ എടുക്കുക എന്നുള്ളതും ഇതൊന്ന് മിക്സിയിലിട്ട് കറക്കി എടുക്കുക എന്നുള്ളതും മാത്രമാണ് കേട്ടോ ഈ പുഡിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര ഈസി ആയിട്ടുള്ളൊരു പുഡിങ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം ഞാനിതേ നമ്മുടെ പാലും തേങ്ങാപ്പാലും കണ്ടൻസ്ഡ് മിൽക്കും മുട്ടയും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാൻ പോവുകയാണ്. അതും 1 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് അടിച്ചെടുത്താൽ മതി. എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം. അപ്പം ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ മിക്സ് ഇവിടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത്രയും ചേരുവകൾ മാത്രം മതി. അപ്പോൾ ഞാനൊരു ഇത്തിരിയും കൂടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഒരു ചേരുവയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതും 4ാമത്തെ ചേരുവയാണോ എന്ന്? അല്ല കേട്ടോ. തേങ്ങ ചിരകുന്ന സമയത്ത് ഞാനൊരു 1/4 കപ്പ് തേങ്ങ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാൽ എടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് നല്ല തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുഡിങ്ങിനിടയ്ക്ക് നമുക്കൊന്ന് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് അല്ലേ. ബേക്ക് ചെയ്തിട്ട് എടുക്കുന്ന പുഡിങ് ആയതുകൊണ്ട് തന്നെ അതിനിടയിൽ ഇങ്ങനെ ബേക്ക്ഡ് ആയിട്ടുള്ള കോക്കനട്ട് കടിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇത് വേണ്ടെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ ആദ്യമേ അടിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തേങ്ങ ചെറിയ തരികളോട് കൂടിയിട്ടുള്ള ടെക്സ്ചറായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഇനി ഇതേ വേറെ പണിയൊന്നുമില്ല. നമുക്കിത് ബട്ടറോ നെയ്യോ തടവിയിട്ടുള്ള ഒരു ഡിഷിലേക്ക് മാറ്റാം. ഞാനിവിടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. 6 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുഡിംഗ് ഡിഷ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പം കേക്ക് ടിന്നിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മുതൽ 50 മിനിറ്റ് വരെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും ഓവനിൽ ചെയ്യാറില്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതാണ് എനിക്ക് എളുപ്പം തോന്നുന്നത്. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ ഓവൻ എന്ന് പറഞ്ഞാൽ ഒരു ഗോഡൗൺ പോലെയാണ്. മക്കൾ കഴിച്ചിട്ടുള്ള ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റും അല്ലെങ്കിൽ മറ്റുള്ള വേഫേഴ്സും കാര്യങ്ങളൊക്കെ നിറച്ച് അതിനകത്തുണ്ട്. അപ്പോൾ അത് നീക്കുന്നതിനേക്കാൾ എനിക്ക് സൗകര്യം ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും കേക്ക് ബേക്ക് ചെയ്യുന്നത്. പെർഫെക്റ്റ് ബേക്കിംഗ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ ഒരു മണിക്കൂർ നേരം എടുത്തിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തത്, ഏറ്റവും ചെറിയ തീയിൽ. അപ്പോൾ നന്നായിട്ടിത് നമ്മുടെ പുഡിങ് വെന്ത് കിട്ടിയിട്ടുണ്ട്, കയ്യിലൊന്നും ഒട്ടുന്നില്ല. പിന്നെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കിയാൽ അറിയുള്ളൂ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത് സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓവനിൽ ചെയ്യുന്ന സമയത്ത് മേലെ ഭാഗം അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 മിനിറ്റും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എനിക്ക് ആ കളർ വരുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ എടുക്കാം. അതല്ലെങ്കിൽ ഓവനിലാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ആ സമയമാകുമ്പോഴേക്കും കളറായി കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് താഴെ മാറ്റി വെക്കാം. നന്നായി തണുത്ത ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ നന്നായി ആറി കിട്ടണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ക്രീമി ടെക്സ്ചറായിട്ടുള്ളൊരു പുഡിങ്ങാണ്. പുറമേ ഇങ്ങനെ കുറച്ച് ബേക്ക് ആയിട്ടുണ്ടെങ്കിലും ഉള്ളിൽ ക്രീമി ടെക്സ്ചറായിട്ടുള്ള പുഡിങ് ആയതുകൊണ്ട് തന്നെ മുറിക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിച്ച് വേണം കേട്ടോ മുറിക്കാൻ. അപ്പോൾ ഇത് കണ്ടല്ലോ എൻ്റെ പുഡിങ്. ഇനി കൂടുതലൊന്നും പറയാനില്ല, ആദ്യമേ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഉള്ളിലെ ടെക്സ്ചറൊക്കെ. അപ്പോൾ എൻ്റെ ഈ പുഡിങ്, കോക്കനട്ട് പുഡിങ്, വെറും 3 ചേരുവകൾ വെച്ചിട്ടുള്ള ഈ പുഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.